IA-16 പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെൻ്റ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഓൾറെഡി ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്താണ് PPE എന്നും അതുപോലെ തന്നെ ഇനിഷ്യൽ മെഷർമെൻറ്റും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ എന്താണ് ഡിപ്രീസിയേഷൻ എന്നും അതുപോലെ തന്നെ PPEയുടെ സബ്സീക്വൻറ്റ് മെഷർമെൻറ്റുമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് നമുക്ക് എന്താണ് ഡിപ്രീസിയേഷൻ എന്ന് നോക്കാം. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അസറ്റിൻ്റെ ഗ്രാജുവലി ഉള്ള വാല്യൂവിലുള്ള ഡിക്രീസിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇയേഴ്സ് കൂടുന്നതനുസരിച്ച് ഇയർ കൂടുന്നതനുസരിച്ച് അസറ്റിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? കുറയും. ഇതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇയർ 1 $5,000 ഉണ്ടായിരുന്ന അസറ്റ് ഇയർ 2 ആയപ്പോൾ അതെന്ത് ചെയ്തു? അതിൻ്റെ വാല്യൂ കുറഞ്ഞു, 2,500 ആയി. സോ ഇങ്ങനെ ഇയർ കൂടുന്നതനുസരിച്ച് ഇനി ഇയർ 3 ആവുന്ന സമയത്ത് ഒരു $1,000 ആയി എന്ന് വിചാരിക്കുക, അല്ലേ? ഇയേഴ്സ് കൂടുന്നതനുസരിച്ച് അസറ്റിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നു? കുറയുന്നു. സോ ഈ വാല്യൂ കുറയുന്നതിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ വാല്യൂ കുറയാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വിയർ ആൻഡ് ടിയർ എന്നുള്ളതാണ്. ഈ വിയർ ആൻഡ് ടിയറിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്കൂൾ ബാഗില്ലേ, നമ്മുടെ സ്കൂൾ ബാഗ്. നമ്മൾ എന്ത് ചെയ്തു? 2015 നമ്മളൊരു ബാഗ് പർച്ചേസ് ചെയ്യുവാണ്. 2016 ആകുമ്പോഴത്തേനും എന്ത് ചെയ്യും? അതിൻ്റെ സിബൊക്കെ പയ്യെ പൊട്ടാൻ തുടങ്ങും. ആൻഡ് 2017 ആകുമ്പോഴത്തേനും എന്ത് ചെയ്യും? അതിൻ്റെ കളറൊക്കെ മങ്ങി തുടങ്ങും. ഇതാണ് ടിയർ ആൻഡ് വിയർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും? അതിന് കുറച്ച് ഡാമേജ് ഒക്കെ വരും. സോ ആ ഡാമേജ് വരുന്നത് കാരണം നമ്മുടെ അസറ്റിൻ്റെ വാല്യൂവിൽ എന്ത് ചെയ്യും? ഇടിവ് വരും. അതാണ് വിയർ ആൻഡ് ടിയർ എന്ന് പറയുന്നത്. ആൻഡ് രണ്ടാമത്തത് ടൈം പാസ്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫോണ് തന്നെയാണ്. അതായത് ആദ്യത്തെ 1 വർഷം നല്ല രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് കിട്ടും. ഒരു 2 to 3 ഇയേഴ്സ് ആവുന്ന സമയത്ത് ബാറ്ററി പയ്യെ വീക്ക് ആവാൻ തുടങ്ങും, നമ്മുടെ ഫോൺ പയ്യെ ഹാങ് ആവാൻ തുടങ്ങും, അതേപോലെ കുഞ്ഞു ഇഷ്യൂസ് കണ്ടു തുടങ്ങും, അല്ലേ? സോ ടൈം പോകുന്നതനുസരിച്ച് എന്ത് ചെയ്യും? അതിൻ്റെ പെർഫോമൻസ് നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും, അല്ലേ? അതുവഴി എന്ത് ചെയ്യും? പെർഫോമൻസ് കുറയുന്നതനുസരിച്ച് വാല്യൂ ഓൾസോ കുറയും. അതാണ് ഈ ടൈം പാസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് തേർഡ് വൺ ഈസ് ഒബ്സലൻസ് എന്നുള്ളതാണ്. അതിനും ബെസ്റ്റ് എക്സാമ്പിൾ ഫോണ് തന്നെയാണ്. ആദ്യം ഏത് ടൈപ്പ് ഫോണായിരുന്നു? കീപാഡ് ഫോൺസ് ആയിരുന്നു ആദ്യം, അല്ലേ? ഇപ്പോൾ ആരെങ്കിലും കീപാഡ് ഫോൺസ് യൂസ് ചെയ്യുന്നുണ്ടോ? ഒരു 100 പേരെടുത്താൽ അതിൽ 1-2 പേരായിരിക്കും ചിലപ്പോൾ കീപാഡ് ഫോൺ യൂസ് ചെയ്യുന്നത്, അല്ലേ? എന്ത് ചെയ്തു? ടെക്നോളജി ചേഞ്ച് ആയി, അല്ലെങ്കിൽ മാർക്കറ്റ് ചേഞ്ച് ആയത് വഴി എന്ത് ചെയ്തു? വാല്യൂ കുറഞ്ഞു. ഈ കീപാഡ് ഫോണിനൊക്കെ ഇപ്പം വാല്യൂ ഉണ്ടോ നമ്മുടെ മാർക്കറ്റിൽ? ഇല്ല, അല്ലേ? സ്മാർട്ട് ഫോൺസിൻ്റെ യുഗം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. സോ അതാണ് ഒബ്സലൻസ് എന്ന് പറയുന്നത്. ടെക്നോളജിക്കൽ ഓർ മാർക്കറ്റ് ചേഞ്ച് കാരണം വാല്യൂവിൽ വരുന്ന ചേഞ്ച്. സോ ഈ 3 കാരണങ്ങൾ, വിയർ ആൻഡ് ടിയർ, ടൈം പാസിങ്, ഒബ്സലൻസ്, ഇത് കാരണമാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ അസറ്റിൻ്റെ വാല്യൂവിൽ ഡിക്രീസ് സംഭവിക്കുന്നത്. ആ വാല്യൂവിലുള്ള റിഡക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷൻ, ഇറ്റ് ഈസ് ദ സിസ്റ്റമാറ്റിക് റിഡക്ഷൻ ഇൻ ദ വാല്യൂ ഓഫ് എ നോൺ കറന്റ് അസറ്റ് ഓവർ ഇറ്റ് യൂസ്ഫുൾ ലൈഫ്. അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അസറ്റിൻ്റെ വാല്യൂ കുറച്ച് വരും. അതാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഡിപ്രീസിയേഷൻ നമ്മൾ എന്തിനാണ് ചാർജ് ചെയ്യുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ റീസൺ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്, നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഈ അസറ്റിൻ്റെ വാല്യൂ കുറയുന്നത് പ്രോപ്പറായിട്ട് ബുക്സിൽ കാണിക്കണം, അല്ലേ? നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, നമ്മുടെ ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യണം? നമുക്ക് അസറ്റിൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള വാല്യൂ കാണിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മെയിൻ കാര്യം എന്ന് പറയുന്നത് മാച്ചിങ് കോൺസെപ്റ്റാണ്. നമ്മൾ ഈ ഡിപ്രീസിയേഷൻ്റെ കോൺസെപ്റ്റാണ് പഠിച്ചത്. ഇനി ഇതിൻ്റെ അക്കൗണ്ടിങ് പേഴ്സ്പെക്റ്റീവാണ് നോക്കുന്നത്. അതിനുള്ള കാരണം മാച്ചിങ് കോൺസെപ്റ്റാണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു സംഭവം മനസ്സിലാക്കുക എന്നുള്ളത്. എന്താണ് മാച്ചിങ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്? അതായത് നമ്മൾ ഒരു ഇയറിൽ, അതായത് ഇയർ 1, ഈ ഇയർ 1 എനിക്കൊരു റവന്യൂ $10,000 ജനറേറ്റഡ് ആയി എന്ന് വിചാരിക്കുക.
ഈ $10,000 റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തൊക്കെ കോസ്റ്റ് വന്നോ അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ എക്സ്പെൻസ് വന്നോ അത് ഞാൻ ഏത് വർഷം കാണിക്കണം? ഈ ഇയർ 1 തന്നെ ഞാൻ കാണിക്കണം അല്ലേ? ഈ ഇയർ 1 തന്നെ ഈ റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന എക്സ്പെൻസ് ഞാൻ കാണിച്ചിരിക്കണം എന്നുള്ളതാണ് മാച്ചിങ് കോൺസെപ്റ്റ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇത് അസറ്റിലോട്ട് വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കുക. നമ്മളൊരു നോൺ കറണ്ട് അസറ്റ് പർച്ചേസ് ചെയ്തു. ഓക്കെ, ഒരു മെഷീൻ പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കുക. നമ്മൾ ഈ മെഷീൻസ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രൊഡക്ഷൻ നടത്തുന്നത്. പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? നമുക്ക് പ്രോഡക്റ്റിൻ്റെ ഔട്ട്പുട്ട് കിട്ടുള്ളൂ അല്ലേ? ഈ ഔട്ട്പുട്ടൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സെയിൽസ് നടത്താൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ? നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പ്രോഡക്റ്റ് സെല്ല് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ക്യാഷ് കിട്ടുള്ളൂ. സോ ഈ അൾട്ടിമേറ്റ്ലി സെയിൽസ് എന്നുള്ളതാണല്ലോ നമ്മൾ റവന്യൂ ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. ഈ സെയിൽസ് ഇവിടെ നടക്കണം എന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ആദ്യം നടക്കണം ഇല്ലേ? ഈ പ്രൊഡക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ആര് വേണം? മെഷീൻ വേണം. സോ ഈ മെഷീൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൊഡക്ഷൻ നടത്തി നമുക്ക് സെയിൽസിലേക്ക് അൾട്ടിമേറ്റ്ലി എത്തിക്കുന്നത് അല്ലേ? സോ ഈ മെഷീൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിൽ വെക്കുക. ആൻഡ് ഈ മെഷീൻ്റെ കോസ്റ്റ്, ഓക്കെ, ഇനിഷ്യലി ഞാൻ ഇതിൻ്റെ കോസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യുന്നത് $10,000 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് $10,000 വാല്യൂ ഉള്ള ഒരു അസറ്റാണ് ഈ മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ മെഷീൻ എനിക്ക് ആദ്യമേ കൊണ്ട് ഇയർ 1 കാണിക്കാൻ വേണ്ടി പറ്റുമോ? ഓക്കെ, ഈ മെഷീൻ യൂസ് ചെയ്തിട്ടാണ് പ്രൊഡക്ഷൻ നടത്തിയത്, അങ്ങനെയാണ് സെയിൽസ് സംഭവിച്ചത്. സോ എക്സ്പെൻസ് $10,000 എന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടി പറ്റുമോ? അതായത് ഇതിൻ്റെ പർച്ചേസ്, ഈ ഒരു കോസ്റ്റ്, അതായത് മെഷീൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്ന കോസ്റ്റ് എക്സ്പെൻസ് 10,000 എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇയർ 1 തന്നെ കാണിക്കാൻ പറ്റില്ല. അതെന്ത് പൊട്ടത്തരാന്ന് നോക്കിയേ. ഞാൻ ഈ ഒരു മെഷീൻ ഈ ഒരു കൊല്ലം മാത്രമാണോ യൂസ് ചെയ്യുന്നത്? അല്ലേ. ഈ ഒരു മെഷീന് യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് 5 years ആണെന്ന് വിചാരിക്കുക. 5 വർഷം ഞാൻ ഈ മെഷീൻ യൂസ് ചെയ്യുന്നുണ്ട്. 5 വർഷം ഈ മെഷീൻ യൂസ് ചെയ്ത് ഞാൻ പ്രൊഡക്ഷൻ നടത്തി, അങ്ങനെയാണ് സെയിൽസ് ഉണ്ടാവുന്നത്. സോ 5 വർഷവും ഞാൻ എന്ത് ചെയ്യണം? ഈ 10,000 എന്നുള്ളത് ഡിവൈഡ് ചെയ്ത് കാണിക്കണം അല്ലേ? എന്നാലല്ലേ നമുക്ക് കോസ്റ്റും റവന്യൂവും മാച്ച് ചെയ്ത് പോകാൻ പറ്റൂ. ഓക്കെ, സോ നമുക്ക് എങ്ങനെ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാം? 10,000 ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? $2,000 പെർ ഇയർ എന്ന് കിട്ടും. അതായത് ആദ്യത്തെ വർഷം എക്സ്പെൻസ് ആയിട്ട് 2,000 കാണിക്കാൻ പറ്റും, രണ്ടാമത്തെ വർഷം 2,000, മൂന്നാമത്തെ വർഷം 2,000, ദെൻ 4th, 5th 2,000 ഈച്ച് നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ഈ 10,000-നെ എന്ത് ചെയ്യുന്നത്? അലോക്കേറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പം എന്ത് ചെയ്തു? ഓക്കെ, ഈ 2,000 വെച്ച് ഇയർ 1 ഞാൻ വർക്ക് ചെയ്തു, ഇത് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം. ഇയർ 2 ഈ 2,000 നമ്മുടെ മെഷീൻ യൂസ് ചെയ്തു, $2,000 എക്സ്പെൻസ് വരുന്നത്, അത് എക്സ്പെൻസ് ചാർജ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ടത്. ഇതാണ് ഡിപ്രീസിയേഷൻ്റെ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മാച്ചിങ് കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നമുക്കിവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ ഇയർ 1 മെഷീനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻസ് നമുക്ക് എത്ര കാണിക്കാൻ വേണ്ടി പറ്റും? നമുക്ക് $2,000 കാണിക്കാൻ വേണ്ടി പറ്റും, മെഷീനുമായിട്ട് റിലേറ്റ് ചെയ്ത്. അല്ലാണ്ട് ഈ $10,000 റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെയും എക്സ്പെൻസുകൾ നമുക്ക് ഇൻകർ ആയിട്ടുണ്ട്, അതൊക്കെ കാണിക്കുക. ഓക്കെ, സോ ഇവിടെ നമ്മൾ മെഷീൻ വഴി നമുക്കൊന്ന് എക്സ്പെൻസ് കാണിച്ചു. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും തിരിച്ച് ഇവിടോട്ട് വരുവാണ്. ഓക്കെ, ഇതാ ഇവിടെ പറയുന്നുണ്ട്, depreciation is the systematic allocation of the depreciable amount of an asset over its useful life. ഇവിടെ പറയുന്നുണ്ട് ഡിപ്രീഷ്യബിൾ എമൗണ്ട്. എന്താണ് ഈ ഡിപ്രീഷ്യബിൾ എമൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, കോസ്റ്റ് എന്നല്ല പറയുന്നത്, ഡിപ്രീഷ്യബിൾ എമൗണ്ട് എന്നാണ് പറയുന്നത്. ഡിപ്രീഷ്യബിൾ എമൗണ്ട് എന്ന് പറയുന്നത് ഇതാ ഇവിടെ നോക്കൂ, ഡിപ്രീസിയേഷൻ്റെ ഫോർമുല തന്നിട്ടുണ്ട്. കോസ്റ്റ് മൈനസ് റെസിജ്വൽ വാല്യൂ ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ് എന്ന് അല്ലേ? ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? കോസ്റ്റ് മൈനസ് റെസിജ്വൽ വാല്യൂ ചെയ്തു. ഇതാണ് ഡിപ്രീഷ്യബിൾ എമൗണ്ട്. ആ ഡിപ്രീഷ്യബിൾ എമൗണ്ടിനെ യൂസ്ഫുൾ ലൈഫിൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ ഈ ഒരു നമ്മളിപ്പോൾ ചെയ്തെടുത്ത് സ്ക്രാപ്പ് വാല്യൂ, റെസിജ്വൽ വാല്യൂ ഇല്ലയെന്ന് വിചാരിക്കും, 0 ആണെന്ന് വിചാരിക്കും കേട്ടോ. സോ ഇനി നമുക്ക് ഈ ഡിപ്രീഷ്യബിൾ എമൗണ്ടിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. എന്താണ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇനിഷ്യലി ബുക്സിൽ റെക്കോർഡ് ചെയ്യുന്നതാണ് കോസ്റ്റ് കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്.
എന്താണ് റെസീജ്വൽ വാല്യൂ എന്നുള്ളത് നോക്കാം. നമ്മൾ ഈ റെസീജ്വൽ വാല്യൂവിനെ സ്ക്രാപ്പ് വാല്യൂ എന്നും പറയാറുണ്ട്. അതായത് നമ്മുടെ യൂസ്ഫുൾ ലൈഫിൻ്റെ എൻഡ്, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത അസറ്റ് മെഷീൻ 5 ഇയർ ആണ് യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത്. ഈ 5 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു അസറ്റ് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, നമ്മൾ സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സെല്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ അസറ്റിന് എത്ര രൂപയാണോ കിട്ടുന്നത്, ഓക്കെ, സോ ഈ 5 ഇയർ കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു മെഷീൻ, അതായത് $10,000 കോസ്റ്റ് വന്ന് ഞാൻ വാങ്ങിയ ഒരു അസറ്റ് 5 വർഷം യൂസ്ഫുൾ ലൈഫ്, ഇത് എൻ്റെ സ്ക്രാപ്പ് വാല്യൂ, അതായത് ഇത് ഞാൻ ലാസ്റ്റ് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത് $2,000 ആണെന്ന് വിചാരിക്കുക. സ്ക്രാപ്പ് വാല്യൂ എത്ര? 2,000. ഈ ഒരു മെഷീൻ അവസാനം ഞാൻ വിൽക്കുന്ന സമയത്ത് എനിക്ക് $2,000 കിട്ടും. ഇത് നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റിൽ നിന്ന് കുറച്ച് കാണിക്കണം. കാരണം ഡിപ്രീസിയേഷൻ ഫുൾ കോസ്റ്റിൻ്റെ മുകളിലല്ല ചാർജ് ചെയ്യുന്നത്. നമ്മൾ എത്രയാണോ ആ ഒരു അസറ്റ് യൂസ് ചെയ്യുന്നത്, ഓക്കെ, ഓൺലി ദ പാർട്ട് ഓഫ് ദ കോസ്റ്റ് ദാറ്റ് വിൽ ബി യൂസ്ഡ് അപ്പ്. നമ്മൾ എത്രയാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു കോസ്റ്റിന് മുകളിൽ മാത്രമേ നമുക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളൂ. അതായത് $10,000 കോസ്റ്റ് വരുന്നൊരു അസറ്റിന് സ്ക്രാപ്പ് വാല്യൂ 2,000 ഉണ്ട്. സോ 10,000ൽ നിന്ന് 2,000 കുറച്ചാൽ $8,000 ആണ് കിട്ടുന്നത്. നമ്മൾ എന്താണ് $8,000 വാല്യൂ മാത്രമേ ആ അസറ്റിന് യൂസ് ചെയ്യുന്നുള്ളൂ എന്നാണ് അത് മീൻ ചെയ്യുന്നത്. സോ ഈ 8,000 ആണ് എന്തെന്ന് പറയുന്നത്? ഡിപ്രീഷ്യബിൾ എമൗണ്ട്. ഓക്കെ, സോ ഈ 8,000നെ നമുക്ക് എന്ത് ചെയ്യാം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ നമുക്ക് എന്തെന്ന് കിട്ടും? 1,600 പെർ ഇയർ ഡിപ്രീസിയേഷൻ ആയിട്ട് കിട്ടും. സോ ഇതാണ് നമ്മുടെ ഡിപ്രീസിയേഷൻ്റെ ഫോർമുലയും കാര്യങ്ങളും വരുന്നത്. ഫസ്റ്റ് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഡിസ്കസ് ചെയ്യാം. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡിപ്രീഷ്യബിൾ എമൗണ്ട്, ഓക്കെ, ഡിപ്രീഷ്യബിൾ എമൗണ്ടിൻ്റെ മുകളിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ആൻഡ് യൂസ്ഫുൾ ലൈഫിൻ്റെ ബേസിസിൽ നമ്മളിത് കൊടുക്കുന്നത് കൊണ്ട് എല്ലാ കൊല്ലവും സെയിം ഡിപ്രീസിയേഷൻ ആയിരിക്കും. അതായത് ഇപ്പോൾ യൂസ്ഫുൾ ലൈഫ് 5 വർഷമാണെന്ന് വിചാരിക്കുക, 5 വർഷവും ഒരേ ഡിപ്രീസിയേഷൻ ആയിരിക്കും. ഓക്കെ, ആൻഡ് അതുകൊണ്ട് തന്നെ എക്സ്പെൻസ് എന്തായിരിക്കും? എല്ലാ കൊല്ലവും ഒന്നായിരിക്കും. നമ്മൾ ഈ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് യൂസ് ചെയ്യുന്ന അസറ്റുകൾ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാമ്പിൾ ബിൽഡിങ്ങും ഫർണിച്ചറുമാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ് ഫുള്ള്, അതായത് ഒരു 5 വർഷം യൂസ്ഫുൾ ലൈഫ് ഉണ്ടെങ്കിൽ ഈ 5 വർഷവും ഒരേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന അസറ്റ്. ഫോർ എക്സാമ്പിൾ ഫർണിച്ചർ, ഓക്കെ, ഒരു ടേബിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ടേബിളിൻ്റെ യൂസ് എന്ന് പറയുന്നത് 5 കൊല്ലവും സെയിം തന്നെ ആയിരിക്കില്ലേ, അല്ലേ? സോ ഇതേപോലെ, അതായത് എല്ലാ വർഷവും സെയിം ബെനിഫിറ്റ്സ് ജനറേറ്റ് ചെയ്യുന്ന അസറ്റിനെയാണ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യിപ്പിക്കുന്നത്. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഫർണിച്ചറാണ് എടുത്തിരിക്കുന്നത്. കോസ്റ്റ് $10,000 ആണ് ഈ ഫർണിച്ചറിന് വന്നത്. സ്ക്രാപ്പ് വാല്യൂ $2,000. എന്താണ് സ്ക്രാപ്പ് വാല്യൂ? ഈ ഫർണിച്ചർ ഈ 10 ഇയേഴ്സ് യൂസ്ഫുൾ ലൈഫ് കഴിഞ്ഞ് ഞാൻ വിൽക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന എമൗണ്ട്. സോ 2,000 ഈ ഒരു അസറ്റിൽ നിന്ന് എനിക്ക് തിരിച്ച് കിട്ടും, അല്ലേ? വിറ്റ് കഴിഞ്ഞാൽ തിരിച്ച് കിട്ടും. സോ ഞാൻ എത്ര മാത്രമേ അൾട്ടിമേറ്റ്ലി യൂസ് ചെയ്യുന്നുള്ളൂ? $8,000 മാത്രമേ ഞാൻ, അതായത് ബിസിനസ് ഇത് യൂസ് ചെയ്യുന്നുള്ളൂ ഫർണിച്ചറിനെ. സോ ഈ 8,000 ആണ് എന്തെന്ന് പറയുന്നത്? ഡിപ്രീഷ്യബിൾ എമൗണ്ട്. ഈ ഡിപ്രീഷ്യബിൾ എമൗണ്ടിൻ്റെ മുകളിൽ വേണം നമ്മൾ യൂസ്ഫുൾ ലൈഫ് വെച്ചിട്ട് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാനെന്നും പറഞ്ഞു. സോ അതിനൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ. ഇത് ചെയ്യുമ്പോഴത്തേനും നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഡിപ്രീഷ്യബിൾ എമൗണ്ട് കിട്ടും, അല്ലേ? സോ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് 10,000 മൈനസ് 2,000 $8,000 ആണ്. നമ്മുടെ യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് 10 ഇയേഴ്സ് ആണ്. 10 ഇയർ യൂസ്ഫുൾ ലൈഫ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പെർ ഇയർ $800 എന്ത് വരും? നമുക്ക് ഡിപ്രീസിയേഷൻ കിട്ടും. ഓക്കെ, സോ നിങ്ങൾ നോക്കിക്കേ, ഈ $10,000 നമുക്ക് 10 കൊല്ലമാണ് യൂസ്ഫുൾ ലൈഫ് പറയുന്നത്. ഈ 10 ഇയേഴ്സും എന്ത് തന്നെ ആയിരിക്കും? ഈ $800 തന്നെ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്യുന്നത്. സോ ഇതാണ് ആദ്യമേ പറഞ്ഞത്, എല്ലാ കൊല്ലവും എന്തായിരിക്കും? ഡിപ്രീസിയേഷൻ സെയിം എമൗണ്ട് ആയിരിക്കും. ഏത് മെത്തേഡിൽ? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ. സോ ഈ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് യൂസ് ചെയ്യാൻ കാരണം ഇവിടുത്തെ അസറ്റുകളുടെ ബെനിഫിറ്റ്സ് എല്ലാ കൊല്ലവും ഒരുപോലെ ആയിരിക്കും. നമ്മളത് യൂസ് ചെയ്യുന്നത് എല്ലാ കൊല്ലവും ഒരുപോലെ ആയിരിക്കും. അതുകൊണ്ടാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ
ഡിപ്രീസിയേഷൻ എല്ലാ കൊല്ലവും സെയിം എമൗണ്ട് കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ മെത്തേഡാണ് റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് എങ്ങനെ തരത്തിലുള്ള അസറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിഷ്യൽ ഇയേഴ്സിൽ, അതായത് ആദ്യത്തെ വർഷങ്ങളിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് തരുന്ന അസറ്റുകൾക്കാണ് നമ്മൾ ഈ റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് നോർമലി യൂസ് ചെയ്യുക. ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫോണാണ് അല്ലേ. ഫോൺ ആദ്യത്തെ ഒരു വർഷം തരുന്ന പോലത്തെ പെർഫോമൻസ് നമുക്ക് രണ്ടാമത്തെ വർഷം കിട്ടില്ല. ആ രണ്ടാമത്തെ വർഷം കിട്ടുന്ന പെർഫോമൻസ് മൂന്നാമത്തെ വർഷം കിട്ടില്ല. എന്ത് ചെയ്യും? ഇതൊക്കെ ആദ്യത്തെ വർഷങ്ങളിലായിരിക്കും. ഇങ്ങനത്തെ ടെക്നോളജി റിലേറ്റഡ് ഐറ്റംസ്, അതുപോലെ തന്നെ വെഹിക്കിൾസ്, ഇതുപോലത്തെ അസറ്റുകൾ എന്താണ്, ഇതൊക്കെ ഇനീഷ്യലി ആയിരിക്കും നല്ല പെർഫോമൻസ് തരുന്നത് അല്ലേ, നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് തരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇനീഷ്യലി എന്തായിരിക്കും? ഡിപ്രീസിയേഷൻ ഓൾസോ കൂടുതലായിരിക്കും. ഇനിഷ്യൽ ഇയേഴ്സിൽ നമുക്ക് ഔട്ട്പുട്ട് കൂടുതലായിരിക്കും അല്ലേ. സോ ഈ ഔട്ട്പുട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. സോ ഈ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് അല്ലേ നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. യെസ്. സോ ഇനിഷ്യൽ ഇയേഴ്സിൽ ഔട്ട്പുട്ട് കൂടുതലായിരിക്കും, അങ്ങനെ ഇൻകം നമുക്ക് കൂടുതൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതിനനുസരിച്ചുള്ള എക്സ്പെൻസും കാണിക്കണം അല്ലേ. സോ ഡിപ്രീസിയേഷൻ ഇനിഷ്യൽ ഇയേഴ്സിൽ കൂടുതലായിരിക്കും എന്നുള്ളത് ചിന്തിക്കുക. ഹയർ ഡിപ്രീസിയേഷൻ ഇൻ ഏർലി ഇയേഴ്സ് യൂസ്ഡ് വെൻ അസറ്റ് ഗീവ് മോർ ബെനിഫിറ്റ്സ് ഇൻ ഇയർലി ഇയേഴ്സ്. എക്സാമ്പിൾസ് ആണ് ടെക്നോളജി, വെഹിക്കിൾസും കാര്യങ്ങളും ഒക്കെ. നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രീഷ്യബിൾ എമൗണ്ടിൻ്റെ മുകളിലായിരുന്നു ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിരുന്നത്. എന്താണ് ഡിപ്രീഷ്യബിൾ എമൗണ്ട്? കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ. എന്നാൽ റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡിൽ നമ്മൾ ക്യാരിയിങ് വാല്യൂവിൻ്റെ മുകളിലാണ് എന്ത് ചാർജ് ചെയ്യുന്നത്? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. എന്താണ് ക്യാരിയിങ് വാല്യൂ? അതായത് നമ്മുടെ അസറ്റിൻ്റെ കോസ്റ്റിൽ നിന്നും ഇതുവരെ നമ്മൾ ചാർജ് ചെയ്ത ഡിപ്രീസിയേഷൻ അല്ലേ, കോസ്റ്റ് മൈനസ് അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ക്യാരിയിങ് വാല്യൂ കിട്ടും. അതായത് നമ്മുടെ ഇയർ എൻഡിൽ നമ്മുടെ അസറ്റിന് എത്ര വാല്യൂ ഉണ്ട് എന്നുള്ളതാണ് ഈ ക്യാരിയിങ് വാല്യൂ നമുക്ക് കാണിച്ചു തരുന്നത്. കോസ്റ്റിൽ നിന്നും അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ക്യാരിയിങ് വാല്യൂ കിട്ടുന്നത്. സോ നമുക്ക് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. വെഹിക്കിൾ കോസ്റ്റ് $10,000 ആൻഡ് ഡിപ്രീസിയേഷൻ ഈസ് 25%. ആൻഡ് ഇവിടെ നമ്മുടെ റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡിൽ നമുക്കൊരു പെർസെൻറ്റേജ് ആയിരിക്കും തരുന്നത് ക്വസ്റ്റ്യനിൽ, ഡിപ്രീസിയേഷൻ പെർസെൻറ്റേജ്. ആ പെർസെൻറ്റേജ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ടത്. ഓക്കെ. സോ വെഹിക്കിളിൻ്റെ കോസ്റ്റ് $10,000 എന്നും അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ 25% ആണ് പെർ ഇയർ എന്നും പറയുന്നുണ്ട്. കാൽക്കുലേറ്റ് ഡിപ്രീസിയേഷൻ ഫോർ 3 years. 3 വർഷത്തേക്ക് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഈ റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഈ ക്യാരിയിങ് വാല്യൂ കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ ഇങ്ങനെ ഒരു ബോക്സ് വരയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടി കാൽക്കുലേഷന് നല്ലത്. ഓക്കെ. ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് ഇയർ എഴുതാൻ വേണ്ടിയിട്ട്, സെക്കൻഡ് കോളം കോസ്റ്റ് ഓർ ക്യാരിയിങ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് എഴുതുക, ആൻഡ് തേർഡ് കോളം ഡിപ്രീസിയേഷന് വേണ്ടിയിട്ട് ഇടുക. ഓക്കെ. സോ ഇയർ 1 നമുക്ക് കോസ്റ്റ് തന്നെയാണുള്ളത് അല്ലേ. ഇയർ 1 നമുക്ക് കോസ്റ്റാണ് എഴുതാൻ പറ്റുന്നത്. സോ അതുകൊണ്ടാണ് ഇവിടെ കോസ്റ്റ് ഓർ ക്യാരിയിങ് വാല്യൂ എന്ന് എഴുതിയത്. സോ ഫസ്റ്റ് ഇയറിൽ $10,000 കോസ്റ്റ് ഉണ്ടായിരുന്ന നമ്മുടെ വെഹിക്കിളിൻ്റെ മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുവാണ്? 25% ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുകയാണ്. സോ 10,000 × 25% 2,500 എന്ന് കിട്ടും ഇയർ 1 ഡിപ്രീസിയേഷൻ. ഓക്കെ. ആൻഡ് സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ കോസ്റ്റ് എടുത്തു. ഇനി വരുന്നത് എന്താണ്? ക്യാരിയിങ് വാല്യൂ ആണില്ലേ. സോ ക്യാരിയിങ് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കോസ്റ്റ് മൈനസ് ക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ. സോ കോസ്റ്റ് $10,000 മൈനസ് ഇവിടുത്തെ ഡിപ്രീസിയേഷൻ നമ്മളിതാ ഇവിടെ കാണിക്കുന്നു. സോ 10,000 മൈനസ് 2,500 ചെയ്യുമ്പോൾ 7,500 എന്ന് കിട്ടും. ഈ ഒരു എമൗണ്ടിൻ്റെ മുകളിലാണ് ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇയർ 2 ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ടത്. സോ 7,500 × 25% എന്ന് പറയുന്നത് 1,875 ആണ്. അങ്ങനെ നമുക്ക് സെക്കൻഡ് ഇയറിലെ ഡിപ്രീസിയേഷനും കിട്ടി. ഇനി തേർഡ് ഇയറിലേക്ക് പോയി കഴിഞ്ഞാൽ എഗെയിൻ ക്യാരിയിങ് വാല്യൂ എടുക്കുക. ഓക്കെ. ഇവിടുത്തെ ക്യാരിയിങ് വാല്യൂ ഇതാണല്ലോ നമ്മുടെ ഇയർ 2 കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ക്യാരിയിങ് വാല്യൂ. ഈ ഇയർ 2 ക്യാരിയിങ് വാല്യൂവിൽ നിന്നും ഈ ഇയർ 2 ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. ഓക്കെ. അപ്പോഴത്തേനും നമുക്ക് എന്ത് കിട്ടും? തേർഡ് ഇയറിലെ ക്യാരിയിങ് വാല്യൂ കിട്ടും. ഓക്കെ. സോ 7,500 മൈനസ് 1,875 ചെയ്യുന്ന സമയത്ത്
5625 എന്നുള്ളത് നമുക്ക് ക്യാരിയിങ് വാല്യൂ ആയിട്ട് തേർഡ് ഇയറിൽ കിട്ടും. ഓക്കെ, ആൻഡ് ഇനി ഈ 5625 മുകളിൽ വേണം എന്ത് ചാർജ് ചെയ്യാൻ? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ 5625 ഇൻറ്റു 25% എന്ന് പറയുന്നത് 1406.25 എന്നുള്ളതാണ്. സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡിൽ നമ്മൾ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നത്. അടുത്ത നോക്കാനുള്ള ഏരിയ എന്ന് പറയുന്നത് സബ്സീക്വൻറ്റ് മെഷർമെൻ്റ് ആണ്. അതായത് നമ്മളൊരു PP അസറ്റ് നമ്മൾ ഇനിഷ്യലി, അതായത് ആദ്യം വാങ്ങുന്ന സമയത്ത് ബുക്സിൽ എത്ര രൂപയ്ക്കാണ് അല്ലെങ്കിൽ ബുക്സിൽ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ നോക്കിയതാണ്. ഇനിഷ്യൽ മെഷർമെൻറ്റ് ഓഫ് PP നമ്മളത് കോസ്റ്റിലാണെന്നും ആ കോസ്റ്റിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണെന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സബ്സീക്വൻറ്റ് മെഷർമെൻ്റ് ആണ്. അതായത് നമ്മളൊരു അസറ്റ് പർച്ചേസ് ചെയ്തു, നമ്മൾ ബുക്സിൽ റെക്കോർഡൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ അസറ്റിന് മുകളിൽ പിന്നെയും നമുക്ക് എന്ത് ചിലവാകും? ക്യാഷ് ചിലവാകാനുള്ള സാധ്യതയുണ്ട്. അതായത് അതിന് മേലെ വീണ്ടും കോസ്റ്റുകൾ ഇൻകർ ആവാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെയുള്ള കോസ്റ്റുകളെ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യണോ അതോ എക്സ്പെൻസ് ആയിട്ട് കാണിക്കണോ എന്നുള്ളതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു അസറ്റിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കോസ്റ്റ് അഡീഷണലി ഇൻകർ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ കോസ്റ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യും. എന്താണ് ക്യാപിറ്റലൈസ് ചെയ്യുക? അതായത് നമ്മൾ ഓൾറെഡി $10,000 ഒരു മെഷീൻ ബുക്സിൽ കാണിച്ചിരുന്നു എന്ന് വിചാരിക്കുക, നമ്മുടെ SOFPയിൽ. ഓക്കെ, അഡീഷണലി ഒരു $2,000 ഇൻകറായി. ഇതെന്ത് ചെയ്യും? ഈ അസറ്റിനെ, നമ്മുടെ മെഷീനെ എൻഹാൻസ് ചെയ്യുന്ന കോസ്റ്റ്, എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന കോസ്റ്റാണെന്ന് വിചാരിക്കുക. സോ നമ്മൾ സബ്സീക്വൻറ്റ് മെഷർമെൻ്റ് ആയിട്ട് ഈ 10,000-ഉം 2,000-ഉം ചേർത്ത് 12,000 എന്ന് പറഞ്ഞിട്ടായിരിക്കും ബുക്കിൽ ഈ മെഷീൻ കാണിക്കുന്നുണ്ടാവുക. ഇതിനെയാണ് ക്യാപിറ്റലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അസറ്റിൻ്റെ കൂടെ കൂട്ടി കാണിക്കും നമ്മൾ ബുക്സിൽ. ഓക്കെ, എൻഹാൻസ് ചെയ്യിക്കുക മീൻസ് നമുക്ക് ആ അസറ്റിൻ്റെ എക്കണോമിക് ബെനിഫിറ്റ്സ് ഇൻക്രീസ് ചെയ്യാൻ പറ്റണം എന്നാണ്. നമുക്കൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് യൂസ്ഫുൾ ലൈഫ്, അതായത് ഒരു 5 ഇയർ ആണ്, അതായത് 5 ഇയർ യൂസ്ഫുൾ ലൈഫാണ് ഈ മെഷീൻ എന്ന് വിചാരിക്കുക. ഇത് നമുക്ക് ഒരു 6 ഇയർ അല്ലെങ്കിൽ 7 ഇയർ ആയിട്ട് നമുക്ക് കൂട്ടാൻ വേണ്ടി പറ്റും യൂസ്ഫുൾ ലൈഫ്. സോ അത് കൂട്ടണം എന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും പർട്ടിക്കുലർ കോസ്റ്റോ കാര്യങ്ങളോ ഇൻകറായിട്ട് ഉണ്ടാവണമല്ലോ. ആ കോസ്റ്റാണ് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുന്നത്. സോ യൂസ്ഫുൾ ലൈഫ് നമുക്ക് കൂട്ടാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് അസറ്റിനെ എൻഹാൻസ് ചെയ്യിക്കും എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റും, അസറ്റിൻ്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതൊക്കെയാണ് നമ്മൾ ഈ എൻഹാൻസ് ചെയ്യിക്കുക കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അസറ്റിനെ എൻഹാൻസ് ചെയ്യിക്കാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള കോസ്റ്റുകളെ നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റലൈസ് ചെയ്യും. സബ്സീക്വൻറ്റ് മെഷർമെൻറ്റിൽ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു കോസ്റ്റാണ് മേജർ ഇൻസ്പെക്ഷൻ ഓർ ഓവർഹോൾ എന്ന് പറയുന്നത്. എന്താണ് ഈ മേജർ ഇൻസ്പെക്ഷൻ ഓർ ഓവർഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ മേജർ ഇൻസ്പെക്ഷൻ ഓർ ഓവർഹോൾ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് സർവീസിംഗ് കോസ്റ്റ് ഇൻകേർഡ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ടു കണ്ടിന്യൂ ഓപ്പറേറ്റിംഗ് ആൻ അസെറ്റ്. അതായത് മേജർ ഇൻസ്പെക്ഷൻ ഓർ ഓവർഹോൾ എന്ന് പറയുന്നത് ഒരു വലിയ കമ്പൾസറി ആയിട്ട് നമ്മൾ നടത്തേണ്ട സർവീസ് ചെക്കിനെയാണ് എന്തെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു അസറ്റ് സർവീസ് ചെയ്യുക, അല്ലെങ്കിൽ ആ അസറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്ന പരിപാടി, അതിനെയാണ് നമ്മൾ മേജർ ഇൻസ്പെക്ഷൻ ഓർ ഓവർഹോൾ എന്ന് നമ്മൾ പറയുന്നത്. ഇതെന്തിനാണ് ഈ കമ്പൾസറി നമ്മൾ ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ സർവീസ് ചെയ്യണം എന്ന് പറയുന്നത്? ഈ ഒരു കമ്പൾസറി ചെക്ക്, സർവീസിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റുള്ളൂ ഈ അസറ്റ് എന്താണ്, ഈ അസറ്റിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, അതുപോലെ തന്നെ എഫിഷ്യൻ്റ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലത്തെ കമ്പൾസറി ചെക്ക് അല്ലെങ്കിൽ സർവീസിങ് നടത്താറുണ്ട്. ഓക്കെ, നിങ്ങൾ മനസ്സിൽ വയ്ക്കേണ്ടത് ചെറിയ ചെറിയ സർവീസ് അല്ല, ഇതൊരു വലിയ സർവീസാണ്. അതുപോലെ തന്നെ ഒരു റെഗുലർ ഇൻ്റർവെൽ ഓഫ് ടൈം, അതായത് ചിലപ്പോൾ 2 വർഷം കൂടുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ 5 വർഷം കൂടുമ്പോഴായിരിക്കും. അങ്ങനെ പീരിയോഡിക് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സർവീസിങ് അല്ലെങ്കിൽ ചെക്കിങ് നടത്തുന്നത്. അതുപോലെ തന്നെ ഇത് നെസസറി ആണ്. ഓക്കെ, ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, ഇത് കമ്പൾസറി നമ്മൾ ചെയ്യേണ്ടതാണ്. ഇതാണ് മേജർ ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ ഓവർഹോൾ എന്ന് പറയുന്നത്.
ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒന്ന് എയർക്രാഫ്റ്റ് ആണ്, അതുപോലെ തന്നെ ഷിപ്പുകൾ, ഓയിൽ പ്ലാന്റ്, എലിവേറ്റേഴ്സ്, ഇതൊക്കെയാണ് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ഈ എയർക്രാഫ്റ്റിലൊക്കെ ഈ മാൻഡേറ്ററി ആയിട്ടുള്ള സേഫ്റ്റി ഇൻസ്പെക്ഷൻസ് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, നമുക്കിത് റൺ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, സംടൈംസ് ഇത് ലോ അല്ലെങ്കിൽ സേഫ്റ്റി റൂൾസ് പറയുന്ന കാര്യങ്ങളാണ്. ഇത്ര വർഷം കഴിയുമ്പോൾ നിങ്ങൾ കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്യണം, ഇൻസ്പെക്ഷൻ നടത്തേണ്ടതായിട്ടുണ്ട് എന്ന് ലോ, ഓക്കെ, ലോ ഓർ സേഫ്റ്റി റൂൾസ് പറയുന്നതും ഉണ്ടായിരിക്കും. ഇങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ സർവീസിങ്ങിനും അതുപോലെ തന്നെ മാൻഡേറ്ററി ചെക്കിങ്ങിനും വേണ്ടിയിട്ട് ഇൻകർ ആവുന്ന കോസ്റ്റ്, അതാണ് എന്തെന്ന് പറയുന്നത്, മേജർ ഇൻസ്പെക്ഷൻ ഓർ ഓവർഹോൾ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അക്കൗണ്ടിങ് പെർസ്പെക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ എയർക്രാഫ്റ്റിൻ്റെ സർവീസ് നടത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു $10,000 ഇൻകറായി എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ $10,000 എന്ത് ചെയ്യും, നമ്മൾ ബുക്സിൽ റെക്കോർഡ് ചെയ്യും. ഈ എയർക്രാഫ്റ്റിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, $10,000 റെക്കോർഡ് ചെയ്യും. എന്നിട്ട് ഈ 10,000-ന് സെപ്പറേറ്റ്ലി ഡിപ്രീസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുമുണ്ട്. അതായത് നമ്മൾ ഈ ഒരു സർവീസിങ് നടത്തുന്നത് 5 വർഷം തോറുമാണെന്ന് വിചാരിക്കുക. 5 ഇയേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ സർവീസിങ് നടത്തുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, സോ നമ്മൾ ഈ 10,000-നെ ഈ 5 വർഷം നെക്സ്റ്റ് എപ്പോഴാണോ ഇൻസ്പെക്ഷൻ ഉണ്ടാവുന്നത് അതുവരെയുള്ള പീരീഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു 10,000-ന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. സോ $10,000 5 ഇയേഴ്സിന്. അങ്ങനെ നമുക്ക് 2,000 എന്ത് കിട്ടും, പെർ ഇയർ ഡിപ്രീസിയേഷൻ എന്നുള്ളത് കിട്ടും. ഇത് 5 വർഷം നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, 5-ാം വർഷം വീണ്ടും ഇൻസ്പെക്ഷൻ കോസ്റ്റ് ഇൻകർ ആവും 10,000 എന്ന് തന്നെ വിചാരിക്കുക. വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ആ 10,000-ന് അടുത്തെപ്പോഴാണോ ഇൻസ്പെക്ഷൻ നടക്കുന്നത് അതുവരെയുള്ള ഇയറിലേക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക. സോ ഇതാണ് മേജർ ഇൻസ്പെക്ഷൻ ഓർ ഓവർഹോളിൻ്റെ അക്കൗണ്ടിങ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ഇതിനെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് നോക്കാം. An entity purchases an aircraft that has an expected useful life of 20 years. 20 years യൂസ്ഫുൾ ലൈഫുള്ള ഒരു എയർക്രാഫ്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്തിരുന്നു വിത്ത് നോ റെസിജ്വൽ വാല്യൂ, സ്ക്രാപ്പ് വാല്യൂ ഒന്നും ഇല്ല കേട്ടോ. ദ എയർക്രാഫ്റ്റ് റിക്വയർ സബ്സ്റ്റാൻഷ്യൽ ഓവർഹോൾ അറ്റ് ദ എൻഡ് ഓഫ് ഇയർ 5, 10 and 15. അതായത് നമ്മൾ എന്ത് ചെയ്യണം, 5-ാം വർഷവും 10-ാം വർഷവും 15-ാമത്തെ വർഷവും എന്തുണ്ട്, സബ്സ്റ്റാൻഷ്യൽ ഓവർഹോൾ ഉണ്ട് എന്നാണ് പറയുന്നത്. സോ 5 വർഷം കൂടുന്തോറും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഓവർഹോൾ നടത്താറുണ്ട്. ഓക്കെ, ദ എയർക്രാഫ്റ്റ് കോസ്റ്റ് 25 million and 5 million of this figure is estimated to be contributed to the economic benefit that are restored by the overhauls. അതായത് ഈ 25 മില്യൺ ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ എയർക്രാഫ്റ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ 5 മില്യൺ എന്താണ്, നമ്മുടെ ഓവർഹോളിന് വേണ്ടിയിട്ട് ചിലവായതാണ്. അതായത് നമ്മുടെ ഇൻസ്പെക്ഷനോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ നടന്ന കോസ്റ്റാണ് ഈ 5 മില്യൺ എന്ന് പറയുന്നത്. ഇൻ ഇയർ 6, ഓക്കെ, 6-ാമത്തെ വർഷം, ദ കോസ്റ്റ് ഓഫ് ഓവർഹോൾ ഈസ് എസ്റ്റിമേറ്റഡ് ടു ബി 6 മില്യൺ. 6-ാമത്തെ വർഷം, നമ്മളിവിടെ 5-ാം വർഷമാണ് ആദ്യം എന്ത് ചെയ്യുന്നത്, നമ്മൾ ഓവർഹോൾ നടത്തുന്നത്. ഓക്കെ, സോ 6-ാമത്തെ വർഷം നമ്മൾ നോക്കുവാണ് എത്രയാണ് ഓവർഹോൾ എന്നുള്ളത്. 6 മില്യൺ നമ്മൾ ഇയർ 6-ൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആനുവൽ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാനാണ് പറയുന്നത് ഫോർ ദ ഇയർ 1 to 5 ആൻഡ് ഇയർ 6 to 10 എന്നുള്ളത്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് 25 മില്യൺ എന്ന് പറയുന്നത് എയർക്രാഫ്റ്റിൻ്റെ കോസ്റ്റും പ്ലസ് എന്താണ് ആ ഒരു ഓവർഹോളിന് ഇൻകറായ കോസ്റ്റുമാണ്. 5 മില്യൺ നമ്മൾ ഓവർഹോളിലേക്ക് പോയിക്കഴിഞ്ഞാൽ, ഇത് ഓവർഹോളിലേക്ക് പോയി കഴിഞ്ഞാൽ ബാക്കി 25-ൽ എത്രയാണുള്ളത്, 20 മില്യൺ. ഇതാണ് എന്തെന്ന് പറയുന്നത്, എയർക്രാഫ്റ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ 20 മില്യന് നമ്മൾ 20 വർഷം യൂസ്ഫുൾ ലൈഫിൻ്റെ ബേസിസിൽ വേണം ഡിപ്രീസിയേഷൻ കാണാൻ. ആൻഡ് ഈ ഓവർഹോളിന് നമ്മൾ സെപ്പറേറ്റ് കാണണം. ഇത് ആദ്യത്തെ ഇയർ 1 to ഇയർ 5 വരെയാണ് 5 മില്യൺ ഇൻകർ ആയത്. സോ 5 മില്യനെ നമ്മൾ 5 ഇയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടുത്തെ ഡിപ്രീസിയേഷൻ കിട്ടുക. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ 5 വർഷത്തെ കാര്യം നോക്കാം. ഇയർ 1 to ഇയർ 5 എയർക്രാഫ്റ്റ് ബോഡി
20 മില്യൺ ആണെന്ന് പറയുന്നുണ്ട്, 20 വർഷം യൂസ്ഫുൾ ലൈഫ്. അങ്ങനെ 1 മില്യൺ നമുക്ക് എന്ത് കിട്ടി? ആനുവൽ ഡിപ്രീസിയേഷൻ കിട്ടി എയർക്രാഫ്റ്റിനുള്ളത്. ഓവർഹോൾ ആണെന്നുണ്ടെങ്കിൽ 5 മില്യൺ നമ്മൾ 5 ഇയേഴ്സിന് ഡിവൈഡ് ചെയ്തെങ്കിൽ 1 മില്യൺ തന്നെ നമുക്ക് അതിനും ഡിപ്രീസിയേഷൻ വന്നു. സോ ടോട്ടൽ ആനുവൽ ഡിപ്രീസിയേഷൻ ഫോർ ഇയർ 1 ടു ഇയർ 5 എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ കൂട്ടുന്ന എമൗണ്ടാണ്. ഓക്കെ, ഈ ഡിപ്രീസിയേഷനും ഈ ഒരു ഡിപ്രീസിയേഷനും കൂടെ കൂട്ടി നമുക്ക് എത്രയെന്ന് കിട്ടി? 2 മില്യൺ ഡിപ്രീസിയേഷൻ വരുന്നുണ്ട് പെർ ഇയർ ആണ് കേട്ടോ. ഇയർ 1ലും 2 മില്യൺ വരും, ഇയർ 2ൽ 2 മില്യൺ വരും, 3ൽ 2 മില്യൺ വരും, 4ൽ 2 മില്യൺ വരും, 5th ഇയറിലും 2 മില്യൺ വരും. ഓക്കെ, ഇത് ആനുവൽ ചാർജാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇയർ 6 to 10 നോക്കുന്ന സമയത്ത് ഇവിടെ പറയുന്നുണ്ട് ഓവർഹോളിന് നമുക്ക് ഇൻകർ ആവുന്നത് 6 മില്യൺ ആണെന്നുള്ളത്. സോ 6 മില്യൺ ആണ് ഓവർഹോളിലേക്ക് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് ഓവർഹോൾ ഇയർ 10ലാണെന്നും പറയുന്നുണ്ട്. സോ നെക്സ്റ്റ് ഇനി ഒരു 5 വർഷമുണ്ട് അല്ലേ. സോ 6 മില്യൺ ഡിവൈഡഡ് ബൈ 5 ഇയേഴ്സ് ചെയ്യുമ്പോൾ 1.2 മില്യൺ എന്ത് ചെയ്യും? നമുക്ക് ഡിപ്രീസിയേഷൻ ആയിട്ട് വരും ഒരു ഇയറിൽ. ഇനി എയർക്രാഫ്റ്റിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിലോ അത് സെയിം തന്നെ ആയിരിക്കില്ലേ 20 വർഷം, കാരണം സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. സോ 20 വർഷവും 1 മില്യൺ തന്നെ ആയിരിക്കും. സോ ഈ 1 മില്യൺ തന്നെ ആയിരിക്കും ഇയർ 6ലും 7ലും 8ലും 9ലും 10ലും വരുന്നത്. ആൻഡ് ഇവിടുത്തെ ഈ കാൽക്കുലേഷൻ നിങ്ങൾ നോക്കണ്ട, ഇവിടെ ഇവർ ഈ ഇയർ മാറിയതനുസരിച്ച് എന്ത് ചെയ്തു? നമ്മുടെ ക്യാരിയിങ് വാല്യൂവും എടുത്തു, റിമൈനിങ് ഉള്ള യൂസ്ഫുൾ ലൈഫും എടുത്തിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ചിന്തിക്കുക, എല്ലാ കൊല്ലവും സെയിം ഡിപ്രീസിയേഷൻ അണ്ടർ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. സോ 1 മില്യണും നമ്മുടെ ഓവർഹോളിന് വന്ന 1.2 മില്യണും കൂടെ ചേർത്ത് ഇയർ 6 to 10 പെർ ഇയർ 2.2 മില്യൺ ആണ് എന്ത് വരുന്നത്? ഡിപ്രീസിയേഷൻ വരുന്നത്. നമുക്കിനി ഒരു ഏരിയയും കൂടെ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്, അത് ഡീറെക്കഗ്നിഷനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനിൽ തന്നെ ഇയർ 1 to 5 വരെയുള്ള ഒരു ഏരിയ ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ എന്താണ്, നമ്മുടെ ഓവർഹോൾ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് 5 മില്യൺ ആയിരുന്നു. 5 വർഷമാണ് ഇൻസ്പെക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആനുവലി 1 മില്യൺ അല്ലേ, 1 മില്യൺ ആണ് എന്ത് ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. എത്ര കൊല്ലം? 5 കൊല്ലത്തേക്ക്. ഓക്കെ, സോ നമ്മളിങ്ങനെ 5 കൊല്ലം ഇങ്ങനെ, ഞാനിവിടെ 3 zeros കട്ട് ചെയ്യുന്നുണ്ട്. സോ 1000 വെച്ച് ഡിപ്രീസിയേഷൻ ഇങ്ങനെ ചാർജ് ചെയ്ത് വരുമായിരുന്നു. ഓക്കെ, ഇനി നിങ്ങൾ ജസ്റ്റ് ഒരു ട്വിസ്റ്റ് ഹാപ്പൻ ആവുകയാണെന്ന് വിചാരിക്കുക. ഇയർ 4 കഴിഞ്ഞപ്പോഴത്തേനും, ഓക്കെ, ഇയർ 4ൽ ഇവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്. ഇയർ 4 കഴിഞ്ഞു ആൻഡ് 5th ഇയറിൻ്റെ ബിഗിനിങ്ങിൽ ഓക്കെ എന്ത് ചെയ്യുവാണ്? ഒരു ന്യൂ ഓവർഹോൾ നടക്കുകയാണ്. ഡ്യൂ ടു മെനി റീസൺസ് നമ്മൾ എന്ത് ചെയ്തു? പുതിയ ഓവർഹോൾ നടത്താൻ വേണ്ടി പോവാണ്. സോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്, ഈ 4th ഇയർ കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് എത്ര ക്യാരിയിങ് വാല്യൂ ഉണ്ട് നോക്കുക. ഓക്കെ, ക്യാരിയിങ് വാല്യൂ എന്ന് പറയുന്നത് കോസ്റ്റ് മൈനസ് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ആണ്. സോ 5000, ഓക്കെ, ഞാൻ 3 zeros കട്ട് ചെയ്തു എന്ന് പറഞ്ഞു. 5000 കോസ്റ്റ് ഉണ്ടായിരുന്ന നമ്മുടെ എയർക്രാഫ്റ്റ്, ഓക്കെ, അതിൽ നിന്ന് നമ്മൾ അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഇതുവരെ എത്ര ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തു എന്നുള്ളത് നോക്കുക. ഈ 1000 അങ്ങനെ 4000 ചേരുമ്പോൾ 4000 നമുക്ക് കിട്ടും അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ. സോ ബാലൻസ് എത്ര വരുന്നുണ്ട്? ക്യാരിയിങ് വാല്യൂ $1000 വരുന്നുണ്ട്. സോ ഇതെവിടെ കിടക്കും? SOFPയിൽ നമ്മുടെ ബുക്സിൽ കിടപ്പുണ്ട് ഈ 1000 ക്യാരിയിങ് വാല്യൂ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് ഇതെന്ത് ചെയ്യണം? ഈ ഒരു ക്യാരിയിങ് വാല്യൂവിനെ ബുക്സിൽ നിന്നും, അല്ലെങ്കിൽ ഈ ഒരു ഐറ്റത്തിനെ തന്നെ ബുക്സിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണല്ലോ ഡീറെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. കാരണം 5th ഇയറിൻ്റെ ബിഗിനിങ്ങിൽ ഇവിടെ ഒരു ഓവർഹോൾ നടക്കുന്നുണ്ട്. സോ ഒരു പുതിയ ഓവർഹോൾ നടക്കുമ്പോൾ പഴയ ഓവർഹോൾ നമ്മൾ ഡീറെക്കഗ്നൈസ് ചെയ്യണം. ആൻഡ് പുതിയ ഓവർഹോളിനെ വേണം ക്യാപിറ്റലൈസ് ചെയ്യാൻ. ഓക്കെ, സോ ഇവിടെ നമ്മൾ 5th ഇയറിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സോ ഇവിടെ വരുമ്പോൾ ജേർണൽ എൻട്രി വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ $1000 ഓക്കെ നമുക്ക് എന്താണ്? ലോസ് ആണ്. സോ ഡെബിറ്റ് P&L അക്കൗണ്ട് എന്തെന്ന് പറഞ്ഞ് എഴുതും? ലോസ് ഓൺ ഡിസ്പോസൽ എന്ന് പറഞ്ഞിട്ട് എഴുതും. എത്ര? ഈ $1000 ക്യാരിയിങ് വാല്യൂ. ആൻഡ് നമ്മുടെ ഓവർഹോൾ ക്യാപിറ്റലൈസ് ചെയ്ത് വെച്ചിരുന്നു അല്ലേ, മെഷീൻ്റെ കൂടെ നമ്മൾ കൂട്ടി കാണിച്ചിരുന്നു. സോ ഇവിടെ അസറ്റ് എന്ത് ചെയ്യുവാണ്? നമ്മൾ കുറയ്ക്കണം, റിമൂവ് ചെയ്യണം അല്ലേ. സോ ക്രെഡിറ്റ് എന്താണ്? എയർക്രാഫ്റ്റിൻ്റെ ഏത് പാർട്ട്? ഒൺലി ഓവർഹോൾ പാർട്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു? $1000
ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ ഇപ്പോൾ അസറ്റ് കുറഞ്ഞു, നമ്മൾ ലോസ് കാണിക്കുകയും ചെയ്തു. എങ്ങനെയാണ് ഇത് ലോസ് ആവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്ക് $1000 വാല്യൂ ഉണ്ടായിരുന്നു അല്ലേ? $1000 ഓൾഡ് ഇൻസ്പെക്ഷനിൽ വാല്യൂ റിമൈനിങ് ആയിരുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുവാണ്? ഇതിനെ മൈൻഡ് ആക്കാണ്ട് നമ്മൾ ഒരു പുതിയ ഓവർഹോൾ നടത്തി അല്ലേ? സോ നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല, ഒരു ബെനിഫിറ്റ്സും ജനറേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഈ $1000 വെച്ചിട്ട്. സോ അതുകൊണ്ടാണ് നമ്മളിത് എന്ത് ചെയ്യുന്നത്, ഈ ലെഫ്റ്റ് ഓവർ വാല്യൂ ലോസ് ആയിട്ട് കാണിക്കുന്നത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് സോ ഇവിടെ പുതിയ ഓവർഹോൾ നടക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റലൈസ് ചെയ്യും. ഡെബിറ്റ് എയർക്രാഫ്റ്റിൻ്റെ കൂടെ കൂട്ടി കാണിക്കുക. ഇതെന്ത് പാർട്ടാണ്? ഓവർഹോൾ പാർട്ട്. എത്ര? $6,000. ആൻഡ് നമ്മൾ എന്ത് ക്രെഡിറ്റ് ചെയ്യും? നമ്മൾ നമ്മുടെ ക്യാഷ് ഓർ ബാങ്ക് ക്രെഡിറ്റ് ചെയ്യുക. നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവില്ലേ? സോ അസറ്റ് കുറയുന്നുണ്ട്, ക്രെഡിറ്റ് 6,000. ഇതാണ് ഡീ റെക്കഗ്നിഷൻ എന്ന് പറയുന്ന സംഭവം. സോ ഒരു പുതിയ ഓവർഹോൾ അല്ലെങ്കിൽ മേജർ ഇൻസ്പെക്ഷൻ നടക്കുന്ന സമയത്ത് പഴയ ഓവർഹോൾ ഓർ ഇൻസ്പെക്ഷൻ എന്ത് ചെയ്യണം? ഡീ റെക്കഗ്നൈസ് ചെയ്യണം. ആൻഡ് പുതിയ ഇൻസ്പെക്ഷനെ വേണം ഇനി ക്യാപിറ്റലൈസ് ചെയ്യാനും അതിൽ ബാക്കി നമ്മൾ എന്താണ് നോർമലി ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്ത് പോകാനും എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വയ്ക്കുക. സബ്സീക്വൻറ്റ് മെഷർമെൻറ്റിൽ നമ്മൾ അടുത്ത് ക്യാപിറ്റലൈസ് ചെയ്യുന്ന ഐറ്റമാണ് റീപ്ലേസ്മെൻറ്റ് ഓഫ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു ഒരു PPE ചിലപ്പം കുറേ പാർട്സ് ചേർത്തിട്ടായിരിക്കും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ആൻഡ് ഓരോ പാർട്ടിനും എന്തായിരിക്കും? ഓരോ യൂസ്ഫുൾ ലൈഫും കാര്യങ്ങളും ആയിരിക്കും. സോ അങ്ങനെയുള്ള പല സിഗ്നിഫിക്കൻറ്റ് പാർട്ട് അല്ലെങ്കിൽ കമ്പോണൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മളൊരു PPE യൂസ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. ഓക്കെ, അതിൽ ഒരു കമ്പോണൻറ്റ് റീപ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് എയർക്രാഫ്റ്റ് ആണ്. ഓക്കെ, ഇതിൻ്റെ എൻജിൻസ്, അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡി, അതുപോലെ തന്നെ ഇൻറ്റീരിയർ, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ സെപ്പറേറ്റ് പാർട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ എന്തായിരിക്കും? സെപ്പറേറ്റ് യൂസ്ഫുൾ ലൈഫ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ എൻജിന് 2 വർഷം യൂസ്ഫുൾ ലൈഫ് ഉണ്ടെങ്കിൽ ബോഡിക്ക് മേ ബി 4 വർഷം യൂസ്ഫുൾ ലൈഫ് ഉണ്ടായിരിക്കും. ഇൻറ്റീരിയറിന് 6 ഇയർ യൂസ്ഫുൾ ലൈഫ് ഉണ്ടെന്ന് വിചാരിക്കുക. സോ ഈ 3 ഐറ്റം കൂടി ചേർന്നാണ് നമ്മൾ എയർക്രാഫ്റ്റ് ഉണ്ടാക്കുന്നത്. സോ 2 വർഷം കഴിയുമ്പോഴത്തേനും നമ്മൾ എൻജിൻ എന്ത് ചെയ്യും? എൻജിൻ മാറ്റും അല്ലേ? ഈ പഴയ എൻജിനെ മാറ്റിയിട്ട് പുതിയ എൻജിൻ വയ്ക്കും. സോ പുതിയ എൻജിൻ വയ്ക്കുമ്പോൾ ആ പുതിയ എൻജിൻ ഉണ്ടാവുന്ന ഇൻകറാവുന്ന കോസ്റ്റ് ഉണ്ടല്ലോ, ആ കോസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റലൈസ് ചെയ്യണം. അതാണ് നമ്മളിവിടെ റീപ്ലേസ്മെൻറ്റ് ഓഫ് കമ്പോണൻറ്റിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, so replacement of component occur when a significant part of an asset is replaced. The new part is capitalized and the old part is de-recognized. യെസ്, ഈ പുതിയ എൻജിൻ വരുന്ന സമയത്ത് ഈ ഒരു എൻജിൻ്റെ ക്യാരിയിങ് വാല്യൂ $1,000 ബാലൻസ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ പുതിയ എൻജിൻ വാങ്ങുന്നത്. ആ എൻജിന് $5,000 ആയി എന്ന് വിചാരിക്കുക. ഈ 5,000 നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യും. ഈ $1,000 എന്ത് ചെയ്യും? ബുക്സിൽ നിന്നെടുത്ത് റിമൂവ് ചെയ്യും. എങ്ങനെയാണ് റിമൂവ് ചെയ്തതെന്നൊക്കെ ഉള്ളത് നേരത്തെ എക്സാമ്പിളിൽ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ്. ഇത് നിങ്ങൾ ഈ പിക്ചറിൽ നോക്കൂ, ഇത് ഒരു കമ്പോണൻ്റ് ആണ്. ഈ കമ്പോണൻ്റ് നമ്മൾ മാറ്റിയിട്ട് പുതിയ കമ്പോണൻ്റ് വയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഓക്കെ, സോ ഈ കമ്പോണൻ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഈ കമ്പോണൻ്റ് നമ്മൾ ബുക്സിൽ നിന്ന് റിമൂവ് ചെയ്യണം. ഓക്കെ, ആൻഡ് ഈ പുതിയ കമ്പോണൻ്റ് ഉണ്ടല്ലോ, ഈ പുതിയ കമ്പോണൻ്റ് നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റലൈസ് ചെയ്യണം. അതാണ് സബ്സീക്വൻറ്റ് മെഷർമെൻറ്റ് നമ്മുടെ റീപ്ലേസ്മെൻറ്റ് ഓഫ് കമ്പോണൻറ്റിൽ വരുന്നത്. സോ നമുക്കിതിൻ്റെ ജേർണൽ എൻട്രി ഒന്ന് നോക്കിയാലോ. ഫസ്റ്റ് നമ്മൾ ഓൾഡ് കമ്പോണൻറ്റ് റിമൂവ് ചെയ്യുന്ന സമയത്ത് റിമൂവ് ദ ഓൾഡ് കമ്പോണൻറ്റ്. അപ്പോൾ എങ്ങനെയാണ് ജേർണൽ എൻട്രി വരുന്നത്? നമ്മൾ പറഞ്ഞു അവിടെ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അതെന്താണ്? ലോസ് ആണില്ലേ? സോ ലോസ് ഓൺ ഡീ റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ SOPL കാണിക്കും. ആൻഡ് എന്ത് ക്രെഡിറ്റ് ചെയ്യും? ആ അസറ്റ് റിമൂവ് ചെയ്യണ്ടേ? സോ ആ ഒരു പാർട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ റിമൂവ് ചെയ്യും. സോ ക്രെഡിറ്റ് PPE. ഇവിടെ നമ്മൾ എൻജിൻ്റെ കേസ് എടുത്താൽ ക്രെഡിറ്റ് എൻജിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കും. ഓക്കെ, ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ന്യൂ കമ്പോണൻ്റ് വരുമല്ലോ. ന്യൂ കമ്പോണൻ്റ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പുതിയ കമ്പോണൻ്റ് വന്നു, അസറ്റ് ബിസിനസ്സിലേക്ക് വരുന്നു. സോ ഡെബിറ്റ് PPE, ക്രെഡിറ്റ് എന്താണ്? ക്യാഷ് ഓർ ബാങ്ക്. ഇതാണ് ജേർണൽ എൻട്രി വരുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഇതും കൂടി വർക്കൗട്ട് ചെയ്ത് നോക്കാം.
On 1st January 2002, Reston Company purchased an energy-efficient furnace for $2 lakh. നമ്മളൊരു എനർജി എഫിഷ്യൻറ്റ് ഫറൻസ് പർച്ചേസ് ചെയ്തു 1st January 2002 എത്ര രൂപയ്ക്ക്? $2 lakh. ദ എസ്റ്റിമേറ്റഡ് ലൈഫ് ഓഫ് ഫറൻസ് വാസ് 10 years. 10 year ആണ് യൂസ്ഫുൾ ലൈഫ് വരുന്നത്. ബട്ട് ഇറ്റ്സ് ലിനിങ് നീഡഡ് റീപ്ലേസിങ് ആഫ്റ്റർ 5 years. ഇതിലുള്ള ഒരു പാർട്ടാണ് ഈ ലിനിങ് എന്ന് പറയുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യണം? 5 വർഷം കൂടുന്തോറും നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓൺ 1st January 2002, മാനേജ്മെൻറ്റ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ദ കോസ്റ്റ് ഓഫ് റിലൈനിങ് ദ ഫറൻസ് അറ്റ് 1st January 2002 പ്രൈസസ് വാസ് $50,000. ആ ലിനിങ് എന്ന് പറയുന്ന ഒരു പാർട്ടിന് മാത്രം $50,000 ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മൾ ഫറൻസ് പർച്ചേസ് ചെയ്തത് $2 lakh ആണെന്നുണ്ടെങ്കിൽ ഇതിലെ $50,000 ആ ലിനിങ് എന്ന് പറയുന്നതിനാണ് എന്നാണ് പറയുന്നത്. സോ ബാക്കി എത്രയായിരിക്കും വരുന്നത്? ബാക്കി ആ ഫറൻസിൽ ബാക്കിയുള്ളത് $1,50,000. ഓക്കെ, The lining was replaced on 1st January 2007 at a cost of $70,000. ലിനിങ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് 5 വർഷം കഴിഞ്ഞപ്പോൾ $70,000. നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ദ ആനുവൽ ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ഓൺ ദ ഫറൻസ് ഫോർ ഈച്ച് ഇയർ ഓഫ് ഇറ്റ്സ് ലൈഫ്. നമ്മൾ ഡിപ്രീസിയേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെയും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെയാണ്, 2 പേർക്കും 2 ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ? 2 പേർക്കും 2 യൂസ്ഫുൾ ലൈഫാണ്. നമ്മുടെ ഫറൻസിന് 10 year യൂസ്ഫുൾ ലൈഫ് ഉണ്ടെങ്കിൽ അതിൻ്റെ പാർട്ടായിട്ടുള്ള ലിനിങ് എത്രയേ ഉള്ളൂ? 5 year ഉള്ളൂ. സോ ഈ $50,000 നമ്മുടെ എന്താണ്? ലിനിങ് എന്ന് പറയുന്ന പാർട്ടിനുള്ളതും ബാക്കി ഫറൻസിനും വരുന്നതാണ്. സോ ഈ ലിനിങ് 5 year ആണ്. സോ 50,000, ഓക്കെ, 50,000 ഡിവൈഡഡ് ബൈ 5 years വേണം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ. അങ്ങനെ നമുക്ക് എത്ര കിട്ടും? $10,000 ഡിപ്രീസിയേഷൻ ലിനിങ്ങിന് മാത്രം കിട്ടും. ബാക്കി വരുന്ന ഫറൻസിൻ്റെ പാർട്ട് $1,50,000 ആണ്. ഇതിൻ്റെ യൂസ്ഫുൾ ലൈഫ് എത്രയാണെന്ന് പറയുന്നുണ്ട്? 10 ആണെന്ന് പറയുന്നുണ്ട്, 10 year. സോ $1,50,000 ഡിവൈഡഡ് ബൈ 10 years ചെയ്യുമ്പോഴത്തേനും നമുക്ക് $15,000 കിട്ടും. ഓക്കെ, ഫറൻസിൻ്റെ ബാക്കി പാർട്ടിന്. സോ അങ്ങനെ ഈ 2 ഡിപ്രീസിയേഷനും കൂടെ നോക്കുമ്പോൾ നമുക്ക് പെർ ഇയർ ഡിപ്രീസിയേഷൻ ടോട്ടൽ നമുക്ക് എത്ര വരുന്നുണ്ട്? $25,000 വരുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതേ എമൗണ്ട് ആയിരിക്കും ആദ്യത്തെ 5 വർഷവും. ഓക്കെ, 2002 മുതൽ 2007 വരെ ഇത് തന്നെയാണ് ചാർജ് ചെയ്തിരുന്നത്. ബട്ട് 2007 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കമ്പോണൻ്റ് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫറൻസിലെ ഡിപ്രീസിയേഷന് ചേഞ്ച് ഒന്നും വരില്ല. ഓക്കെ, കാരണം 10 വർഷത്തെ യൂസ്ഫുൾ ലൈഫ് അതങ്ങനെ ചാർജ് ചെയ്യും. പക്ഷേ പുതിയ ലിനിങ്ങിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് $70,000 ആണ്. ഓക്കെ, ഇതും 5 വർഷത്തേക്കാണ്. കാരണം ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ ഈ ലിനിങ്ങിന് 5 വർഷം കൂടുമ്പോൾ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്ന് പറയുന്നുണ്ട്. സോ ഈ $70,000 നമ്മൾ എന്ത് ചെയ്യുക? 5 years ഡിപ്രീസിയേഷൻ വേണം കാണാൻ. സോ നമുക്ക് $14,000 ഡിപ്രീസിയേഷൻ കിട്ടും. സോ 2007 to 2012, ഓക്കെ, നമുക്ക് എന്താണ് വരുന്നത്? 14,000 ആ ലിനിങ് എന്ന് പറയുന്ന പാർട്ടിനും ബാക്കി ഫറൻസിൻ്റെത് സെയിം നേരത്തേതുപോലെ തന്നെ എത്രയാണ് വന്നിരുന്നത്? $15,000. ഈ $15,000 കൂടെ നമ്മൾ എടുക്കും. ഓക്കെ, സോ ടോട്ടൽ പെർ ഇയർ ഡിപ്രീസിയേഷൻ 2007 to 2012 എത്ര വരുന്നുണ്ട്? $29,000 വരുന്നുണ്ട് പെർ ഇയർ ഡിപ്രീസിയേഷൻ. സോ ഇതാണ് ഡിപ്രീസിയേഷൻ്റെ കേസ് വരുന്നത്. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു കാൽക്കുലേഷൻ ബോക്സും ഇതിൻ്റെ കാര്യങ്ങളും ഒന്ന് ഡീറ്റെയിൽഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാവും. ഓക്കെ.